വിശുദ്ധ തെയോഡോഷ്യ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ധീരയായ സന്യാസിനിയും രക്തസാക്ഷിയുമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെയും വിശുദ്ധ ചിത്രങ്ങളുടെയും സംരക്ഷണത്തിനായി ധൈര്യത്തോടെ നിലകൊണ്ട വിശുദ്ധയായാണ് സഭ അവരെ ആദരിക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിലെ ഒരു ഭക്തിയുള്ള കുടുംബത്തിലായിരുന്നു തെയോഡോഷ്യയുടെ ജനനം. ചെറുപ്പം മുതൽ തന്നെ അവർ ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും ആത്മീയ ജീവിതത്തിലും വളർന്നു. മാതാപിതാക്കളുടെ മരണശേഷം അവർ തന്റെ സമ്പത്തുകൾ ദരിദ്രർക്ക് ദാനം ചെയ്ത് സന്യാസ ജീവിതം സ്വീകരിച്ചു. ആ കാലഘട്ടത്തിൽ ബൈസാന്തിൻ സാമ്രാജ്യത്തിൽ വിശുദ്ധ ചിത്രങ്ങളെയും രൂപങ്ങളെയും എതിർക്കുന്ന ഒരു പ്രസ്ഥാനം ശക്തമായിരുന്നു. ദേവാലയത്തിലെ വിശുദ്ധ ചിത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും അവയെ ആദരിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ തെയോഡോഷ്യ വിശുദ്ധ ചിത്രങ്ങൾ ക്രിസ്തുവിനെയും വിശുദ്ധരെയും ഓർമ്മിപ്പിക്കുന്ന വിശ്വാസ ചിഹ്നങ്ങളാണെന്ന് ഉറച്ചുനിന്നു. ചക്രവർത്തിയായ ലിയോ മൂന്നാമന്റെയും പിന്നീട് കോൺസ്റ്റാന്റിൻ അഞ്ചാമന്റെയും കാലത്ത് വിശുദ്ധ ചിത്രങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ശക്തമായി നടന്നു. ഒരു ദേവാലയത്തിലെ ക്രിസ്തുവിന്റെ വിശുദ്ധ ചിത്രം നീക്കം ചെയ്യാൻ വന്ന സൈനികരെ തടയാൻ തെയോഡോഷ്യയും മറ്റു സന്യാസികളും ശ്രമിച്ചതായി പരമ്പരാഗതമായി പറയപ്പെടുന്നു. ഇതിനെ തുടർന്ന് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിൽവാസവും ക്രൂരമായ പീഡനങ്ങളും സഹിച്ചിട്ടും തെയോഡോഷ്യ തന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. അവസാനം ക്രിസ്തുവിന് ശേഷം ഏകദേശം 729 മുതൽ 730 കാലഘട്ടത്തിൽ അവർ രക്തസാക്ഷിത്വം വരിച്ചു. പിന്നീട് സഭ അവരെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും വിശ്വാസ സംരക്ഷണത്തിൽ മഹത്തായ മാതൃകയായി ആദരിക്കുകയും ചെയ്തു. ആത്മീയ സന്ദേശം: സത്യവിശ്വാസത്തിനായി ധൈര്യത്തോടെ നിലകൊള്ളുക, ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക, സഭാ പാരമ്പര്യങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, പീഡനങ്ങളിലും വിശ്വാസം കൈവിടാതിരിക്കുക, പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും വളർത്തുക. മെയ് 29 സഭ വിശുദ്ധ തെയോഡോഷ്യയെ ഭക്തിപൂർവ്വം അനുസ്മരിക്കുന്നു. അവരുടെ ജീവിതം വിശ്വാസത്തിനു വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ധൈര്യം നമ്മെ പഠിപ്പിക്കുന്നു.